വളരെ ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്തിടപഴകാൻ ഭാഗ്യം ലഭിച്ച സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ സ്നേഹോപദേശങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഒരിക്കൽ റസൂൽ അദ്ദേഹത്തിന് 2 ഉപദേശങ്ങൾ നൽകി. ഒന്ന്, ഇബ്നു ഉമർ, പരലോകത്ത് സ്വർണവും വെള്ളിയുമായി ആരും വരില്ല, അവിടെയുള്ളത് സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും മാത്രമാണ്. 2, താങ്കൾ ദുനിയാവിൽ താങ്കളുടെ ഉപ്പയെ കൈവിടരുത് എന്നായിരുന്നു. അങ്ങനെ കൈവിട്ടാൽ അള്ളാഹു ആഖിറത്തിൽ നിങ്ങളെയും കൈയൊഴിയും, ജനമധ്യത്തിൽ നിങ്ങളെ വഷളാക്കും. ഒരു നടുക്കത്തോടെ ഈ ഉപദേശങ്ങൾ അദ്ദേഹം കേട്ടുനിന്നു. എത്ര അർത്ഥവത്തായ വാക്കുകൾ! 2 ഉപദേശങ്ങളും അദ്ദേഹം ശിരസാ വഹിച്ചു. പ്രത്യേകിച്ച് 2ാമത്തെ ഉപദേശം. ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം അതിയായി സ്നേഹിച്ചു. മരണപ്പെടുന്നതുവരെ വളരെ താഴ്മയോടെ ഉപ്പാക്ക് അദ്ദേഹം ഖിദ്മത്ത് ചെയ്തു. ഒരു കൊച്ചുകുഞ്ഞിനെപ്പോലെ വിനയാന്വിതനായി ഉപ്പയെ അനുസരിച്ചു. മരണപ്പെട്ട മാതാപിതാക്കളോടുള്ള ബാധ്യതയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 5 കാര്യങ്ങളിൽ ഒന്ന് അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കുക എന്നതായിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലേക്കുള്ള യാത്രാമധ്യേ ഒരു അറാബിയെ കണ്ടുമുട്ടി. ഇബ്നു ഉമർ അയാൾക്ക് സലാം ചൊല്ലി, താങ്കൾ ഇന്നയാളുടെ മകൻ ഇന്നയാളല്ലേ എന്ന് ചോദിച്ചു. അറാബി അതെ എന്നുത്തരം പറഞ്ഞു. അദ്ദേഹം സവാരിക്ക് ഉപയോഗിക്കുന്ന കഴുതയെയും അദ്ദേഹത്തിൻ്റെ തലപ്പാവും ആ അറാബിക്കു നൽകി. കൂടെയുള്ളവർ ചോദിച്ചു, അറാബികൾക്ക് ചെറുതെന്തെങ്കിലും കൊടുത്താൽ തന്നെ അവർ സന്തോഷിക്കുമായിരുന്നല്ലോ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ ഉപ്പ ഉമർ ബിൻ ഖത്താബിൻ്റെ സ്നേഹിതനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഏറ്റവും നല്ല പുണ്യം ഒരു മകൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹജനങ്ങളോട് ബന്ധം ചേർക്കലാണ് എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉപ്പ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഉപ്പയെ കൈവിടരുത്. അങ്ങനെ ചെയ്താൽ അള്ളാഹു നമ്മെ കൈവിടും, എല്ലാം നമുക്ക് നഷ്ടമാകും.